എജു സ്പാർക്കിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ ഓണം പരീക്ഷയ്ക്കുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സമ്മേറ്റീവ് അസസ്മെൻറ്റ് 2025-26. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. നമുക്ക് ഇൻസ്ട്രക്ഷനിൽ തന്നെ കാണാം 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം ഉണ്ട്. നമുക്ക് 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈമും ഈസ് അലോട്ടഡ് ഫോർ റീഡിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻ. ആൻസർ ഓൾ 6 ക്വസ്റ്റ്യൻ. അപ്പോൾ 6 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അറ്റംപ്റ്റ് എനി വൺ ഫ്രം ദ 2 ഇൻറ്റേർണൽ ചോയ്സ് ക്വസ്റ്റ്യൻ. ഇൻറ്റേർണൽ ചോയ്സ് ക്വസ്റ്റ്യനിൽ 1 ഫ്രം ദ 2 ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രഹെൻഷനാണ്. റീഡ് ദ ഫോളോയിങ് പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പോൾ ഇവിടെ ഒരു പോയം തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് 1, 2 ഇത്രയും ക്വസ്റ്റ്യന് ആൻസർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഐ ഫ്ലൂ മൈ കൈറ്റ് സോ ഹൈ ടുഡേ, ഇറ്റ് ഡാൻസ്ഡ് ആൻഡ് സ്വെയ്ഡ് ദെൻ ഫ്ലൂ എവേ. ദ ക്ലൗഡ്സ് were white, the breeze was light, my kite soared with joy and delight. It dipped and rose a tiny dot, I ran and laughed, I ran a lot. I held the string tight and felt so proud as it waved gently among the cloud. അപ്പോൾ കവിതയുടെ അർത്ഥം എന്താണ്? കവി പറയുന്നു, ഇന്ന് ഞാൻ എൻ്റെ പട്ടം വളരെ ഉയരത്തിൽ പറത്തി, അത് ആകാശത്തിൽ നൃത്തം ചെയ്ത് ചാഞ്ചാടി, പിന്നെ ദൂരത്തേക്ക് പറന്നു. മേഘങ്ങൾ വെള്ളയായിരുന്നതും കാറ്റ് മൃദുവായിരുന്നതും കാരണം പട്ടം സന്തോഷത്തോടെ പറന്നു. അത് ചിലപ്പോൾ താഴോട്ട് വീണ് വീണ്ടും ഉയർന്നും പറന്നു. ഞാൻ ഓടുകയും ചിരിക്കുകയും ചെയ്തു. ഞാൻ കയറു പിടിച്ച് വളരെ അഭിമാനത്തോടെ നിന്നു. കാരണം എൻ്റെ പട്ടം ആകാശത്തിലെ മേഘങ്ങൾക്കിടയിൽ മനോഹരമായി വീശുകയായിരുന്നു. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? ലളിതമായി പറഞ്ഞാൽ കവിതയിൽ ഒരു കുട്ടിയുടെ പട്ടം പറത്തുന്ന സന്തോഷവും അഭിമാനവുമാണ് ഇതിൽ വരച്ച് കാട്ടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഡിഡ് ദ സ്പീക്കർ ഡു വിത്ത് ദ കൈറ്റ്? വാട്ട് ഡിഡ് ദ സ്പീക്കർ ഡു വിത്ത് ദ കൈറ്റ്? എന്താണ് കൈറ്റുമായിട്ട് ചെയ്തത്? എന്താണ് ആൻസർ ഇതിൽ വരുന്നത്? ഫ്ലൂ ഇറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറിൽ നമ്മുടെ ഈ ഇതിൽ തന്നെ തന്നിട്ടുണ്ട് ഫ്ലൂ എവേ. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ കിട്ടും ആൻസർ. വാട്ട് ഡിഡ് ദ സ്പീക്കർ ഡു വിത്ത് ദ കൈറ്റ്? എന്താണ് ചെയ്തത്? ഫ്ലൂ ഇറ്റ്, പറത്തി അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ വാട്ട് വാസ് ദ വെദർ ലൈക്ക് ഡ്യൂറിങ് ദ കൈറ്റ് ഫ്ലൈയിങ്? നമ്മുടെ കാലാവസ്ഥ എന്തായിരുന്നു? ഇവിടെ തന്നിട്ടുണ്ട് ബ്രീസ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ളതിൽ ബ്രീസ് എവിടെയാണെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഇതിന് ആൻസർ കിട്ടും. അപ്പോൾ എന്താണ് ആൻസർ? ക്ലൗഡി വിത്ത് എ ലൈറ്റ് ബ്രീസ് എന്നാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ മൂഡ് ഓഫ് ദ പോയം? എന്താണ് ഈ പോയത്തിൻ്റെ മൂഡ് എന്ന്? നമുക്കറിയാം ഇതിൽ ഹാപ്പിയാണ് അല്ലേ. അപ്പോൾ ആൻസർ എന്താവും? ദ മൂഡ് ഈസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ദ മൂഡ് ഈസ് ഹാപ്പി അല്ലേ. ഹാപ്പി. പിന്നെന്താണ്? ആൻഡ് ജോയ്ഫുൾ. മൂഡ് ഈസ് ഹാപ്പി ആൻഡ് ജോയ്ഫുൾ എന്നാണ് ആൻസർ അല്ലേ. സന്തോഷം നിറഞ്ഞതാണ് ഈ പോയത്തിൻ്റെ മൂഡ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഫൈൻഡ് ഔട്ട് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. റൈമിംഗ് വേർഡ്സ്, ഇതിൽ നിന്ന് റൈമിംഗ് വേർഡ്സ്, ഈ പോയത്തിലത്തെ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി നമ്മളെല്ലാ ചാപ്റ്ററിലും 5th സ്റ്റാൻഡേർഡിൽ ഇംഗ്ലീഷിൽ നമ്മൾ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാറുണ്ട് പോയത്തിൽ. അപ്പോൾ ഇതിൽ റൈമിംഗ് വേർഡ്സ് ആയിട്ട് 2 എഴുതാൻ പറഞ്ഞാൽ ഏത് എഴുതണം? ടുഡേ, എവേ ഒരുപോലെ അല്ലേ. അതുപോലെ ലൈറ്റ്, ഡിലൈറ്റ്. പിന്നെ ഡോട്ട്, ലോട്ട്, കുറേ ഉണ്ട് അല്ലേ. പ്രൗഡ്, ക്ലൗഡ്. അപ്പോൾ ഇതൊക്കെ റൈമിംഗ് വേർഡ്സ് ആണ്. അപ്പോൾ ആദ്യത്തെ ഏതാണ്? നമുക്ക് എഴുതാം ടുഡേ അല്ലേ. ടുഡേ. പിന്നെ ഏതാണ്? എവേ. പിന്നെ ഏതാണ്? അപ്പോൾ ആൻസർ നമ്മൾ ഏതൊക്കെ എഴുതും? ടുഡേ, എവേ എഴുതാൻ പറ്റും റൈമിംഗ് വേർഡ്സ് ആയിട്ട്. പിന്നെ ഏതാ ഒരെണ്ണം കൂടി എഴുതാം നമുക്ക്. ഡോട്ട്, അതുപോലെ തന്നെ ലോട്ട്. അപ്പോൾ 2 കിട്ടി. ഇനി വേണമെങ്കിൽ എഴുതാം. പിന്നെ ലൈറ്റ്, ഡിലൈറ്റ് എഴുതാം. പിന്നെ അതുപോലെ പ്രൗഡ്, ക്ലൗഡ്. ഇതെല്ലാം ഇതിലത്തെ റൈമിംഗ് വേർഡ്സ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് റൈമിംഗ് വേർഡ്സ് എന്താണ്? ലാസ്റ്റുള്ള പോയത്തിൽ ഒരുപോലെ പ്രൊനൗൺസിയേഷൻ ഒരുപോലെ ടുഡേ, എവേ, ലൈറ്റ്, ഡിലൈറ്റ് ഒരുപോലെ വരുന്നതിനാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ
ഫൈൻഡ് ഔട്ട് ദ വേർഡ് ദാറ്റ് മീൻസ് ഹാപ്പിനെസ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുള്ള മീനിങ് വരുന്നത് ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഹാപ്പിനെസ് വരുന്നത് മീനിങ് ആൻസർ ഡിലൈറ്റ് ആണ്. എന്താണ് ആൻസർ? ഡിലൈറ്റ് ആണ് കേട്ടോ. ആൻസർ ഡിലൈറ്റ് അല്ലേ. ഹാപ്പിനെസ് സന്തോഷം എന്ന് പറയുന്നത്. ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ് ദാറ്റ് മീൻസ് ഡിലൈറ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എളുപ്പമല്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ 5 മാർക്ക് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കുന്നത് പിക്ചർ സ്റ്റോറിയാണ്. അപ്പോൾ ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡെവലപ്പ് എ സ്റ്റോറി ഫ്രം ദം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി കാട്ടിലൂടെ നടക്കുന്നു, ഒരു പൂച്ചയെ കാണുന്നു, പൂച്ചയുടെ അടുത്തേക്ക് പോകുന്നു, പൂച്ചേനെ എടുക്കുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഒരു സ്റ്റോറി തന്നെ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ സ്റ്റോറി എങ്ങനെ നമുക്ക് എഴുതാം? അപ്പോൾ സ്റ്റോറിക്കൊരു ടൈറ്റിലേ കൊടുക്കണം, അത് നമുക്ക് അവസാനം കൊടുക്കാം. അപ്പോൾ വൺ ഡേ എ ഗേൾ വാസ് വാക്കിംഗ് ത്രൂ ദ garden. Suddenly she saw a little cat sitting on a tree branch. The cat looked scared and could not come down. The kind girl quickly climbed the tree and carefully took the cat in her hands. She came down safely and hugged the cat with love. The cat was very happy and the girl also felt proud for helping the little animal. അല്ലേ. അപ്പോൾ ഒരു ദിവസം ഒരു പെൺകുട്ടി ഇവിടെ കൂടെ ഗാർഡനിലൂടെ നടക്കുമായിരുന്നു. അപ്പോൾ സഡൻലി എന്ത് ചെയ്തു, ഒരു ചെറിയൊരു പൂച്ചക്കുഞ്ഞ് ട്രീയുടെ ബ്രാഞ്ചിലിരിക്കുന്നത് കണ്ടു. ദ ക്യാറ്റ് ലുക്ക്ഡ് സ്കെയർഡ്, പേടിയായിട്ടാണ് അവിടെ ക്യാറ്റ് ഇരിക്കുന്നത്. അപ്പോൾ താഴേക്ക് ഇറങ്ങാൻ പറ്റാതിരിക്കുന്ന ഒരു ക്യാറ്റിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. കൈൻഡ് ഗേൾ ക്വിക്ക്ലി ക്ലൈംഡ്, പെട്ടെന്ന് തന്നെ ട്രീയിലേക്ക് കയറി കെയർഫുള്ളി ടുക്ക് ദ ക്യാറ്റ് ഇൻ ഹെർ ഹാൻഡ്സ്, പതുക്കെ അത് കെയർഫുള്ളായിട്ട് ആ ക്യാറ്റിനെ എടുത്തു താഴേക്ക് വന്നു. സേഫായിട്ട് താഴേക്ക് വന്നിട്ട് എന്ത് ചെയ്തു, ഹഗ് ചെയ്തു അല്ലേ, വിത്ത് ലവ്. ദ ക്യാറ്റ് വാസ് സന്തോഷം കൊണ്ട് വെരി ഹാപ്പി ആൻഡ് ദ ഗേൾ ഓൾസോ ഫെൽറ്റ് പ്രൗഡ് ഫോർ ഹെൽപ്പിംഗ് ദ ലിറ്റിൽ ആനിമൽ. ഓക്കെ. അപ്പോൾ ഈ സ്റ്റോറിക്ക് നമുക്ക് എന്ത് ടൈറ്റിൽ നമുക്ക് കൊടുക്കാം? അപ്പോൾ ഒരു സ്റ്റോറി എഴുതുമ്പോൾ എന്തായാലും ഒരു ടൈറ്റിൽ നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ എന്ത് ടൈറ്റിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക ഈ സ്റ്റോറിക്ക്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയോ. ദ കൈൻഡ് ഗേൾ ആൻഡ് ദ ക്യാറ്റ് അല്ലേ, ദ കൈൻഡ് ഗേൾ ആൻഡ് ദി ക്യാറ്റ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ എ റെസ്ക്യൂ ഇൻ ദ ഗാർഡൻ, അല്ലെങ്കിൽ ലവ് ഫോർ ആനിമൽസ്. അപ്പോൾ പലതരത്തിലുള്ള, അപ്പോൾ പെൺകുട്ടിയും പൂച്ചയും, സഹായം കിട്ടിയ പൂച്ച അല്ലേ, എ റെസ്ക്യൂ ഇൻ ദ ഗാർഡൻ, സഹായിക്കുകയല്ലേ ചെയ്ത് ഗാർഡനിൽ, റെസ്ക്യൂ ഇൻ ദ ഗാർഡൻ. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ടൈറ്റിൽ ഇതിന് കൊടുക്കാം. അപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്നത് എ റെസ്ക്യൂ ഇൻ ദി ഗാർഡൻ എന്നാണ് കേട്ടോ. ഇൻ ദി ഗാർഡൻ, എ റെസ്ക്യൂ ഇൻ ദി ഗാർഡൻ എന്നാണ് ഇതിനൊരു ടൈറ്റിൽ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അല്ലേ, എളുപ്പത്തിൽ നമുക്കൊരു കഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പിക്ചർ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്റ്റോറി ഡെവലപ്പ് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ 2 ആക്ടിവിറ്റീസ് ബിലോ. അപ്പോൾ ഇവിടെ താഴെ തന്നിരിക്കുന്ന ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ ഒരെണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മിസ് റാക്കൂൺ ടുക്ക് ചെസ്റ്റേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് സ്പ്രെഡ് ഹിസ് ടൈനി ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. ലീനിങ് ഫോർവേഡ് ഷി കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. ചെസ്റ്റർ വാസ് വെരി ഹാപ്പി. വാട്ട് വാസ് ദ ചെസ്റ്റർ റാക്കൂൺ തോട്ട് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ എന്താണ്, നമ്മുടെ ചെസ്റ്റർ റാക്കൂണിൻ്റെ ഇത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ചെസ്റ്ററിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് എന്ത് ചെയ്തു, സ്പ്രെഡ് ചെയ്തു അല്ലേ, ഒരു ടൈനി ഫിംഗറായിട്ട് ഫാൻ പോലെ ഇങ്ങനെ വിടർത്തി. എന്നിട്ട് എന്ത് ചെയ്തു, ചെസ്റ്ററിൻ്റെ അമ്മ ഒന്ന് കുനിഞ്ഞ് നിന്ന്, ലീനിങ് ഫോർവേഡ്, ഒന്ന് കുനിഞ്ഞ് അവൻ്റെ കയ്യിലേക്ക് ഉമ്മ നൽകി അല്ലേ, ഉമ്മ വെച്ചു, അവൻ്റെ കൈപ്പത്തിയിലേക്ക് ഉമ്മ നൽകി. എന്നിട്ട് എന്ത് ചെയ്തു, ചെസ്റ്ററിന് അത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്തായിരിക്കും അപ്പോൾ ചെസ്റ്റർ റാക്കൂണ് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക എന്നാണ് ഈ ചോദ്യത്തിൽ എഴുതേണ്ടത്. ഇനി അതല്ല എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ദ ലിറ്റിൽ ട്രെയിൻ ട്രൈഡ് ബെസ്റ്റ് ബട്ട് ഹർ വീൽസ് വുഡിൻ ടേൺ. ദ ക്ലൗൺ ആൻഡ് ഓൾ ദ ആനിമൽസ് ജംപ്ഡ് ഔട്ട് ടു ഹെൽപ്പ് ഹർ. They pushed and pushed, but the little train couldn't move. She was very sad. She began to think. അപ്പോൾ ലിറ്റിൽ ട്രെയിൻ എന്താണ് ചിന്തിച്ചതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ലിറ്റിൽ ട്രെയിൻ എന്ത് ചെയ്തു, വീൽസ് കറങ്ങാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. അതുപോലെ തന്നെ അതിലത്തെ ക്ലൗണും ആനിമൽസും എന്ത് ചെയ്തു, പുറത്തേക്ക് വന്നിട്ട് പുഷ് ചെയ്ത് നോക്കി. പക്ഷേ ലിറ്റിൽ ട്രെയിൻ എന്ത് ചെയ്തില്ല, മൂവ് ചെയ്തില്ല. അപ്പോൾ ലിറ്റിൽ ട്രെയിന് ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ സങ്കടം തോന്നിയപ്പോൾ എന്താണ് ലിറ്റിൽ ട്രെയിൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് എഴുതാൻ പറ്റുമോ എന്ന് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.